സതീശൻ്റെ നിർദ്ദേശാനുസരണം കാസർഗോഡ് DCC ഓഫീസിൽ ഐക്യത്തോടെയുള്ള UDFിൻ്റെ സീറ്റ് നിർണയ ചർച്ചയുടെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. പൊന്നോ, വല്ലാത്ത തരം ഐക്യം തന്നെ, കണ്ടിട്ട് കൊതി വരുന്നു. CPMകാരും LDFകാരൊക്കെ എന്തോന്ന് സീറ്റ് നിർണയ ചർച്ച കണ്ടു പഠിക്ക്. സ്നേഹപൂർവ്വം അവർ തലോടി ഒരാൾക്ക് സീറ്റ് കൈമാറുന്നതിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ സീറ്റ് എനിക്ക് വേണ്ട, നീ എടുത്തോ എന്നുള്ള നിലയ്ക്ക് കുനിച്ചു നിർത്തി സീറ്റ് മുതുകിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കോളറിൽ പിടിച്ചുകൊണ്ട് പോയിട്ടൊക്കെയാണ് ചിലർക്ക് ഇപ്പോൾ DCC ഓഫീസിൽ വഴി സീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേർ ചേർന്ന് സീറ്റ് കൊടുക്കേണ്ട വ്യക്തിയെ വന്ന് കോളറിൽ തൂക്കിക്കൊണ്ടു പോകും. ഏതെങ്കിലും മൂലയെ കൊണ്ടുപോയി മുതുപൊളക്ക സീറ്റുകൾ പറ കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ നാട്ടിൽ ഐക്യത്തെക്കുറിച്ച് UDFിനെ കളിയാക്കാൻ വേണ്ടി ഇടതുപക്ഷക്കാർ ഇറങ്ങിയിരിക്കുന്നു. നാണമുണ്ടോ നിങ്ങൾക്കൊക്കെ? ഈ ദൃശ്യം കണ്ടിട്ട് ഇത്രയും നല്ല ഐക്യത്തോടും ഒരുമയോടും കൂടി സീറ്റ് നിർണയ ചർച്ചകൾ നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഇകഴ്ത്തിക്കാട്ടാൻ വേണ്ടി കമ്മികൾ ഇറക്കുന്ന പല കള്ളക്കഥകൾക്കപ്പുറം എന്താണ് ഓരോ DCC ഓഫീസിലും നടക്കുന്ന ആ സൗഹാർദ്ദവും സ്നേഹപൂർവ്വവുമുള്ള സീറ്റ് ചർച്ചയെന്ന് നിങ്ങൾ ഒരിക്കൽ കൂടി കണ്ടേ? പറ്റുവാടാ നിങ്ങളെ കൊണ്ടൊക്കെ? ഇതൊക്കെയാണ് ഗാന്ധിസം. ഈ ഗാന്ധിസം പഠിപ്പിച്ചതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിലുള്ള മുറുമുറുപ്പും ഇല്ല. ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരിടത്ത് സീറ്റ് തർക്കമുണ്ടെങ്കിൽ പരസ്പരം ഇങ്ങനെ സ്നേഹിച്ചും തലോടിയും അത് പങ്കുവെച്ചും ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോകും. പങ്കുവെക്കലിൻ്റെ പല വെറൈറ്റികൾ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത് എന്തായിട്ട് തോന്നും? അത് കലാപമാണത്രേ. ഈ പങ്കുവെക്കലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നെഞ്ചത്ത് പങ്കുവയ്ക്കും, ചെവിക്കല്ലിൽ പങ്കുവയ്ക്കും, മൂക്കാമണ്ടയിൽ പങ്കുവയ്ക്കും. ആ പങ്കുവയ്ക്കൽ കാണുമ്പോൾ അത് സീറ്റ് നിർണയുടെ ന്യൂജൻ വേർഷനാണ്. ആ വേർഷനെയൊക്കെ പരിഹസിക്കാൻ നടക്കുന്ന കമ്മികൾക്ക് എന്താണ് ഐക്യത്തോടെയുള്ള ആ ചർച്ചയെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇവർ പഴയ കാലഘട്ടത്തിൽ നിൽക്കുന്നേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ ന്യൂജൻ കാലഘട്ടത്തിലെ സീറ്റ് പങ്കുവയ്പ്പ്. Gracias.